ഹലോ, വെൽക്കം ടു വാച്ച് യം സ്റ്റോറി. ഇന്നൊരു ക്വിക്ക് ഗാർഡൻ അപ്ഡേറ്റ് ആണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ലൈലാക്കൊക്കെ ഓൾമോസ്റ്റ് പൂത്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. നാട്ടിലൊക്കെ രാത്രി ടെമ്പറേച്ചർ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ പകലൊക്കെ, വിച്ച് ഇസ് വെരി അൺയൂഷ്വൽ. നമുക്ക് ജൂണൊക്കെ ആകുമ്പോഴാണ് അത്രയും ചൂട് വരിക. ആ ചൂട് കഴിഞ്ഞ് പെട്ടെന്ന് ഇന്ന് തണുപ്പ് വെതറാണ്. അപ്പോൾ മഴയുമായിരുന്നു. അപ്പം ഏതായാലും പൂവൊക്കെ വീണ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ക്വിക്കായിട്ട് ഹസ്ബൻഡിൻ്റെ ഏർലി സ്പ്രിംഗ് ഗാർഡൻ പലതും മുട്ടിട്ട് വെക്കുന്നേ ഉള്ളൂ. കുറച്ച് പൂത്ത് വരുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂവും വയലറ്റുമാണ് ഫ്രണ്ട് യാർഡിലെ ബെഡിലെ മെയിൻ ഷെയ്ഡ്സ്. പിയാണിയൊക്കെ മുട്ടിട്ട് നിൽക്കുന്നേ ഉള്ളൂ. സാധാരണ നമുക്ക് മെയ് അവസാനം ഒക്കെ ആകുമ്പോഴാണ്, മെമ്മോറിയൽ ഡേ വീക്കെൻഡാണ് പിയാണി പൂക്കുക. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ചൂടായിരുന്നു. അതുകൊണ്ട് ബഡൊക്കെ നല്ല വിരിയാറായ പോലെ ആയിട്ടുണ്ട്. ഇനി ഒരു 2 ആഴ്ച എടുക്കുമായിരിക്കും വിരിയാനായിട്ട്. ഇത് ഏലിയമാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ പണ്ട് ഓരോന്നിൻ്റെയും പറഞ്ഞ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഐറിസ് കുറച്ച് പൂത്ത് തുടങ്ങി. ഇത് മോക്കറഞ്ഞ് പറഞ്ഞാൽ ഭയങ്കര മണമുള്ളതാണ്. ഞാൻ പുതിയ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ചട്ടിയിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ മുട്ട എന്നുള്ളൂ. ഇത് വേറെ ടൈപ്പ് ഐറിസ് ആണ്. ഇത് ഡച്ച് ഐറിസ്, മറ്റേത് ജർമ്മൻ ഐറിസ്. ഓക്കെ, കുറേ കൂടി ഏലിയം ഉണ്ട്, പിയണി ഉണ്ട്. ഇവിടെ നിറച്ച് പിയണി ഉണ്ട്. ഹോപ്പ്ഫുള്ളി ഇത്തവണ പിയണി പൂക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ പിയണി പൂക്കുന്ന സമയത്ത് മോൻ്റെ ഗ്രാജുവേഷന് പോയേക്കായിരുന്നു. അത് കാരണം സ്ഥലത്തുണ്ടായിരുന്നില്ല. അതിന് മുമ്പിലത്തൊക്കെ ഞങ്ങൾ നാട്ടിൽ പോയേക്കായിരുന്നു. പിയണി പൂക്കുന്നത് കുറച്ച് കാലമായിട്ട് നമ്മൾ മിസ് ചെയ്യാണ്. ഞാൻ പല കമൻറ്റുകളിലൊക്കെ പറഞ്ഞു വീട് മാറാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി ചട്ടിയിലൊക്കെ ആക്കി വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ എന്താ ജർമ്മൻ ഐറിസ് വെള്ള പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റേതൊക്കെ കുറച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ലൈലാക്കാണ്. ഇതിൻ്റെ പൂവൊക്കെ ഫെയ്ഡ് ചെയ്ത് ഓൾമോസ്റ്റ് പൂവാറായി. ഇത് ഇങ്ങനെയുണ്ടായിരുന്നു. മറ്റേ ഡീപ്പ് ഒരു വയലറ്റ് കളറ്, ഉള്ളിയുടെ ശരിക്കും ഉള്ളിയുടെ കളറാണ്, തൊണ്ടിൻ്റെ കളറാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പ്രായമാവും തോറും അതിൻ്റെ കളറ് ഫെയ്ഡ് ചെയ്ത് വരികയാണ്. ഇത് ലൈലാക്ക് മോഞ്ചെ എന്നാണ് തോന്നുന്നു പറയുന്നത്. ഒരു ഫ്രഞ്ച് ലൈലാക്കാണ്. ഭയങ്കര നല്ല മണമാണ് കേട്ടോ. ഭയങ്കര നല്ല മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫ്യൂമിൻ്റെ മണമാണ്. നല്ലൊരു ഫ്ലോറൽ പെർഫ്യൂമിൻ്റെ മണമാണ്. ഞാൻ വൈകുന്നേരം വന്ന് ഇവിടെ ഈ സ്റ്റെപ്പം ഇരിക്കലുണ്ട്. ഇതിൻ്റെ മണം വൈകുന്നേരവും രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ടാവാം. ഇതെല്ലാം കണ്ടില്ലേ, ലൈലാക്കെല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ പിയണിയൊക്കെ ഇനിയും പൂത്തുക്കുണ്ട്. വേറെ മോക്കറഞ്ച് ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഞാൻ മാറ്റി നട്ട ഹോസ്റ്റലുകളാണ്. ഇവിടെയൊക്കെ കുറച്ച് മാറ്റി നട്ട ചെടികളൊക്കെ ഉണ്ട് കൊല്ലം. ബിക്കോസ് ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് 2 ചെടി എനിക്ക് പറിച്ചാടേണ്ടി വന്നു, അസുഖം ബാധിച്ചു. ഇവിടെ ഹോൾ ഏരിയ റോസായിരുന്നു. ഒക്കെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഒരുത്ത റോസ് മാത്രമേ ഉള്ളൂ കാണുന്നത്. RRV എന്ന് പറഞ്ഞ വൈറസ് കാരണം. ഈ പിയണി കുറച്ചെല്ലാം മുന്നേ നട്ടാണ്. ബാക്കിൽ നിന്ന് ഞാൻ ഇതേ കാണുന്നത് മുഴുവനും 3 ബാക്ടീഷ്യ കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ അരിഞ്ഞു വന്നിട്ടുണ്ട് ബിക്കോസ് വെയിൽ കാരണം. പക്ഷെ പിടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മുട്ട് കാണുന്നുണ്ട് എല്ലാ ബക്ടീഷ്യയിലും. ബക്ടീഷ്യയ്ക്ക് ഈ ഏരിയയിൽ ഇത്തിരി ഡ്രൈ ആണ്, നിറച്ച് വെയിലുണ്ട്. ബക്ടീഷ്യ ലവ്സ് ഒക്കെ ഉണ്ട് ക്ലൈമറ്റ്. അത് കാരണമാണ് ഇവിടെ നട്ടേക്കുന്നത്. എന്നോട് പലരും ചോദിക്കും ബണ്ണീസിൻ്റെ പ്രശ്നമില്ലേന്ന്. ബണ്ണീസിന് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോളർ ട്രീന്ന് വാങ്ങിച്ചേക്കുന്ന വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഈ ലില്ലിയാണ് ബണ്ണികളുടെ ഏറ്റവും ഫേവറേറ്റ് ചെടി. അപ്പോൾ ലില്ലി മുളച്ച് വരുമ്പം തന്നെ ഞാൻ ഇത് അടച്ചു വയ്ക്കും. അപ്പം ഇവർ അതിനെ ആക്രമിച്ച് നശിപ്പിക്കില്ല. ബിക്കോസ് ലില്ലിയുടെ ഒക്കെ തല തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലമെങ്കിൽ പൂവുണ്ടാവില്ല. ഇത് പക്ഷേ ചെറിയ ബൾബുകളാണ്. അത് പൂക്കാൻ മാത്രമൊന്നും ആയിട്ടില്ല. അതേ കണ്ടോ, ഇവിടെയൊക്കെ ഇനിയും ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിപ്പോൾ പൊക്കം ഓൾറെഡി ലില്ലി വച്ചു കഴിഞ്ഞു കണ്ടോ. അത് കാരണം ഞാൻ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ അടിയിലത്തെ ലീഫ് തിന്നാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് അറിഞ്ഞത് വന്ന് തിന്നുന്നുണ്ടെന്ന്. ഞാൻ ബണ്ണീസിനെ കാണുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടിരുന്നായിരുന്നു. ബട്ട് അടിയിലത്തെ ലീഫ് തിന്നാൻ തുടങ്ങി അന്ന് തന്നെ ഞാൻ വച്ചു. അത് കാരണം അധികം ഡാമേജ് ഇല്ല. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളുന്ത് ഇലയെ തിന്നുള്ളൂ, മൂത്ത ഇല തിന്നില്ല. അത് കാരണം ഇത് പൊക്കം വെച്ച് കഴിഞ്ഞാൽ ബണ്ണിക്ക് തിന്നാൻ പറയുന്ന പൊക്കം ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത് ഇവിടെ റോഡോഡെൻഡ്രൻ ഇതിനെന്തോ ഒരു അസുഖം പിടിച്ചിട്ടുണ്ട്. അതാണ് ഇലയൊക്കെ ഒരുമാതിരി റസ്റ്റ് പിടിച്ച പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ബിക്കോസ് ടാഗ് മാറി കിടക്കുമായിരുന്നു. നമ്മൾ അന്ന് വന്ന് പ്രൂൺ ചെയ്ത റോസിലൊക്കെ മുട്ടുണ്ട്, മരുന്നടിക്കണം വന്ന് പ്രാണി വന്ന് തിന്നുന്നതിന് മുന്നേ. കണ്ടോ, അന്ന് നമ്മൾ പറഞ്ഞ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ എല്ലായിടത്തും ബ്രാഞ്ച് വരും. അപ്പോൾ അതിലൊക്കെ പുതിയ ബ്രാഞ്ച് വരുന്നിടത്തൊക്കെ മുട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതൊക്കെ മുട്ടാണ്. ഇതിങ്ങനെ ഹൊറിസോണ്ടൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ക്ലൈംബർ റോസിന് ട്രിക്ക് അതാണ്. നമ്മൾ ഹൊറിസോണ്ടൽ വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചിൽ മുഴുവൻ ഇങ്ങനെ മുകളിലേക്ക് വരും. ഞങ്ങളുടെ അസീല ഞാൻ പറഞ്ഞ പോലെ സ്പ്രിങ്ങിൽ പൂക്കൂല മര്യാദയ്ക്ക്. ഫോളാണ് ശരിക്കും പൂക്കുന്നത്. ഇല കാണാത്ത പോലെ പൂക്കും ഫോളിൽ. സ്പ്രിങ്ങിൽ ഇത്രയും പൂണ്ടാവുള്ളൂ. ബാക്കിൽ വേറെ റോഡനുണ്ട്. ഇത് കൊളംബൈൻ കുറേ സെൽഫ് സീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോസ്റ്റയുടെ പേര് ഞാൻ മറന്നുപോയി, തപ്പിയെടുത്ത് തരാം. ഇതൊരു നല്ല ഹോസ്റ്റ് എന്ന് വെച്ചാൽ
ഇതിൻ്റെ സ്റ്റെംസിന് ചുമന്ന കളറും ഇതൊരു ഫ്ലൂറസൻ ഗ്രീൻ കളറുമാണ്. ഇത് ഗുവാക്കമുള്ളി എന്ന് പറഞ്ഞ ഹോസ്റ്റ് കേട്ടോ. കൊളംബൈൻ ദേ പല പല ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ 1-2 ചെടിയിൽ നിന്ന് പിന്നെ സെൽസീഡ് ചെയ്തതല്ല കേട്ടോ. മെയിൻ അപ്ഡേറ്റ് ഇതിൻ്റെ വെജിറ്റബിൾ ബെഡാണ് കാണിക്കേണ്ടിയിരുന്നത്. ബിക്കോസ് നോട്ട് എവറിത്തിങ് ഇസ് എ സക്സസ് സ്റ്റോറി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ സക്സസ് മാത്രമേ കാണുള്ളൂ, ഫ്ലോപ്പുകൾ കാണില്ല. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, 100 ഓണിയൻ ബൾസ് പ്ലാന്റ് ചെയ്തു, വേറെ കുറേ സീഡ്സ് പ്ലാന്റ് ചെയ്തു എന്നൊക്കെ. ഓണിയൻ ബൾസൊക്കെ വന്നിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. ബാക്കിയിട്ട വിത്ത് വളരെ കുറച്ചേ വന്നുള്ളൂ. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് എൻ ഓൾഡ് പാക്കറ്റ് ഓഫ് സീഡ്, ഐ ഡോണ്ട് നോ. ഇത്രയും കാലം എനിക്ക് പ്രശ്നം വന്നിട്ടില്ല, ഇത്തവണ വളരെ ഫ്ലോപ്പായിരുന്നു ആ എത്ര കൊണ്ട് ഓഫ് സോയിങ്. ഇത് പിന്നെ ഹീറ്റുമാണ്. ഞാൻ തണുപ്പിൻ്റെ വെജിറ്റബിൾസാണ് ചെയ്തത്. പെട്ടെന്ന് ചൂട് വന്നു, അത് കാരണം മുളച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ തണുപ്പ് ആവശ്യമുള്ള പച്ചക്കറി, അറിയില്ല. പീസ് വന്നിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നടാണ്ട് വന്ന അതിഥികളാണ് കഴിഞ്ഞ കൊല്ലത്തെ മല്ലിയിലയുടെ ബാക്കിയുള്ളത്. ഇനി പറിച്ച് കളയണം, ബിക്കോസ് ഇത് പുറത്തൊക്കെ മല്ലിയിലേൻ്റെ സീഡുകളാണ്. കാളിക്കൊണ്ട് അണിയനുണ്ട്. ഞാൻ അണിയൻ്റെ തണ്ട് സ്കാലിനായിട്ട് പറിച്ച് ഞാൻ കറിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് കുറേ പറിച്ച് കാണുന്നത്. ഇവിടെയും ഗാർലിക്കും സ്കാലിനും കുറച്ച് മല്ലിയില ഇപ്പുറത്തും വന്നിട്ടുണ്ട്. വേറെ ഒരു സാധനം മുളച്ചിട്ടില്ല. ബാക്കിലെ അവിടെ കുറച്ച് നമ്മളെ ബഞ്ചിങ് അണിയൻ നട്ടത് മുളച്ച് വരുന്നുണ്ട്. അതല്ലാണ്ട് നട്ട ലെറ്റസ് ഒരെണ്ണം ആക്ച്വലി കുറച്ച് പൊന്തി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ബട്ട് വലിയ കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല. അന്നത്തെ വീഡിയോ പറഞ്ഞു ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ വേറെ വിത്തൊക്കെ പോകുന്നു, അതൊന്നും നടന്നിട്ടില്ല. പല കാരണങ്ങളാലും വീക്കെൻഡൊക്കെ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഈ ആഴ്ച ഒരു റൗണ്ടും കൂടി എല്ലാത്തിൻ്റെയും വിത്ത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. മിക്കവാറും മുളയ്ക്കുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് മുളയ്ക്കും. അത് കാരണം അപ്പം നിറച്ചാവും എല്ലാം കൂടി. ഇതൊക്കെ നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോഴുള്ള പല പല എക്സ്പീരിയൻസസ് ആണ്. എപ്പോഴും സക്സസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ബേസിക്കലി അതാണ് ഗാർഡൻ അപ്ഡേറ്റ്. വേറെ കാര്യം കൊണ്ട് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഈ ആപ്പിളിനൊക്കെ പൂത്ത് കഴിഞ്ഞു. ആപ്പിൾ പൂക്കുന്നതിന് മുന്നേ മരുന്നടിക്കണമായിരുന്നു, മറന്നുപോയി, സമയം കിട്ടിയില്ല. ഇതിപ്പോൾ ഇന്ന് മഴയായിരുന്നു, അപ്പോൾ മഴ കഴിയാൻ വേണ്ടി കാത്തിക്കാണ്. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഞാൻ എല്ലാത്തിനും മരുന്നടിക്കണം. ഇല്ലെങ്കിൽ ആപ്പിളിൽ പിന്നെ ഞങ്ങൾക്ക് ആസെറ്റാർ ആപ്പിൾ റസ് എന്ന് പറഞ്ഞാൽ കുത്തുകൾ വരും നിറച്ച്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പണിയും കൂടിയുണ്ട്. അത് ഇന്നിപ്പോൾ തണുപ്പായിട്ട് ചെയ്യുന്നില്ല, നാളെ ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.